Dear students, let us continue with the preparation of aldehydes. In the previous class, we have discussed about some general preparative techniques of aldehydes and ketones, and we have just introduced that. Then, in this video, we can continue the remaining parts of the preparation of aldehydes. Okay, then here ഇവിടെ നോക്കൂ എത്തനോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് വി ക്യാൻ പ്രിപ്പയർ ആൽഡിഹൈഡ്സ് ആൻഡ് ketones from primary alcohols and secondary alcohols by using some oxidizing agents. The commonly used oxidizing agents like KMNO4, potassium dichromate, and CrO4, like that. Then here ethanol is treated with the HCrO4, and we got ethanoic acid as the product here. In between ethanoic acid first എന്ത് ഫോം ചെയ്യുന്നുണ്ട്, എത്തനാൽഡിഹൈഡ് ഫോം ചെയ്യുന്നുണ്ട്. സോ എത്തനാൽഡിഹൈഡ് അല്ല, സോറി, പ്രൊപ്പനാൽഡിഹൈഡ് ഫോം ചെയ്യുന്നുണ്ട്. എന്താ ഫോം ചെയ്യണത്? പ്രൊപ്പനാൽഡിഹൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ എന്താണ് എത്തനോള്, അതായത് ഇവിടെ ഇപ്പം ഓക്സിഡൈസിങ് ഏജൻറ്റ് CrO4 ആണ്. ആദ്യത്തെ കേസിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് CrO4 ആണ്. രണ്ടാമത്തെ കേസിൽ എന്താണ് KMNO4 ആണ്. ആൻഡ് ഇതിൽ ഏത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും വി ഗോട്ട് ദ സെയിം പ്രോഡക്റ്റ്, എത്തനോയിക് ആസിഡ് ആസ് ദ സെയിം പ്രോഡക്റ്റ്. ബട്ട് ഇവിടെ നിങ്ങൾ നോക്കേണ്ടുന്നത്, ഈ എത്തനോയിക് ആസിഡ് ഉണ്ടാകുന്നതിൻ്റെ മുന്നേ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ഒരു ആൽഡിഹൈഡ് ഫോം ചെയ്തിട്ടുണ്ട്. ദാറ്റ് ആൽഡിഹൈഡ് ഓൺ ഫെർദർ ഓക്സിഡേഷൻ വി ആർ ഗെറ്റിംഗ് ദ എത്തനോയിക് ആസിഡ് ആസ് ദ പ്രോഡക്റ്റ്. ഇവിടെ നോക്കൂ, CH3 CH2 CH2OH, ഇതെന്താണ്? മെത്ത് എത്ത് പ്രൊപ്പനോൾ ആണല്ലേ. എന്താണ്? പ്രൊപ്പനോൾ ഓക്സിഡൈസിങ് ഇൻ പ്രസൻസ് ഓഫ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്, ഗെറ്റിംഗ് എന്താണ്? ഒരു ആൽഡിഹൈഡ് കിട്ടിയല്ലേ. ഏതൊക്കെയാണ്? മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് അല്ലേ. കാരണം ഈ കാർബണും കൂടി നമ്മൾ നെയിമിങ്ങിൽ കൂട്ടണം. അപ്പോൾ എന്ത് കിട്ടി? ബ്യൂട്ടൻ ആൽഡിഹൈഡ്. അതായത് പ്രൊപ്പനോൾ ഓൺ ഓക്സിഡേഷൻ ഗിവിങ് എന്താണ്? ബ്യൂട്ടനാൽഡിഹൈഡ് ആസ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കൂ, ആൽഡിഹൈഡ്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം പ്രൈമറി ആൽക്കഹോൾസ് ഓൺലി. പ്രൈമറി ആൽക്കഹോൾസ് നിന്ന് ആൽഡിഹൈഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ പ്രൈമറി ആൽക്കഹോളിനെ ഫസ്റ്റ് ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ആൽഡിഹൈഡ് കിട്ടും. ആ ആൽഡിഹൈഡിനെ വീണ്ടും നമ്മൾ ഫെർദർ ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കറസ്പോണ്ടിങ് ആസിഡ് കിട്ടും. ഇത് മറക്കരുത്, ഇതൊരു ബേസിക് കോൺസെപ്റ്റാണ്. അതായത് പ്രൈമറി ആൽക്കഹോൾ ആണോ അതിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് എന്തേ കിട്ടുള്ളൂ? ആൽഡിഹൈഡ് അല്ലെങ്കിൽ ആസിഡേ കിട്ടുള്ളൂ. ആസിഡാണ് കാണിക്കുന്നതെങ്കിൽ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു ആൽഡിഹൈഡ് ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് ഇവിടെ നോക്കൂ, അതവിടെ കാണിച്ചിട്ടുണ്ട്, ഈ ഇതിൽ കാണിച്ചിട്ടുണ്ട്. എത്തനോള് ഓൺ ഓക്സിഡേഷൻ വിത്ത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഗെറ്റിംഗ് ആൽഡിഹൈഡ് ആസ് ദ പ്രോഡക്റ്റ്. ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടർ. ഈ ആൽഡിഹൈഡിനെ വീണ്ടും നമ്മൾ ഓക്സിഡൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആസിഡ് എന്ത് കിട്ടും? പ്രോഡക്റ്റ് കിട്ടും. കറസ്പോണ്ടിങ് ആസിഡ് പ്രോഡക്റ്റ് കിട്ടും. എത്തനോയിക് ആസിഡ് പ്രോഡക്റ്റ് കിട്ടും. ദെൻ ഇവിടെ നോക്കൂ, ഇതൊക്കെ ഒരു സം എക്സാമ്പിൾസ് ആണ്. ജസ്റ്റ് നമുക്ക് പറയാം. CH3 CH2OH, Na2Cr2O7 in presence of sulfuric acid getting acetaldehyde as the product. And here അതായത് ഇവിടെ നോക്കൂ, ഇതൊന്നും കൂടി എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, അതായത് ഈ കാർബണ് അങ്ങനെ തന്നെ നിൽക്കും, CH3 അങ്ങനെ തന്നെ നിൽക്കും. ദെൻ ഈ കാർബണിൽ ഇതെന്താണ്? വാട്ടർ. ഈ OHും അതുപോലെ തന്നെ ഈ ഹൈഡ്രജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ മോളിക്യൂളായിട്ട് എന്ത് ചെയ്യും?
പോകും. അതാണ് ഈ OHും ഈ ഹൈഡ്രജനും ഈ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള 2 ഹൈഡ്രജൻസ് എന്താണ് വാട്ടർ മോളിക്യൂളായിട്ട് പോകും. ദെൻ ബാക്കി ഈ ഒരു ഓക്സിജനാണ് കാർബണൈൽ ഓക്സിജനായിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെയാണ് ആ പ്രോഡക്റ്റ് കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ദെൻ സെയിം റിയാക്ഷൻ തന്നെയാണ്. അടുത്തത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ preparation is possible by oxidation of primary and secondary alcohol by agents such as PCC, Collins reagent and copper at 573 Kelvin. ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. ഇത് ജാം എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം എന്താണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾസ് by using the agents like pyridinium chlorochromate, Collins reagent, that is chromium trioxide pyridine complex, and copper at 573. Here നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു റിയേജൻ്റ് ആണ് എന്ത്? കോളിൻസ് റിയേജൻറ്റ്. വാട്ട് ഈസ് കോളിൻ റിയേജൻറ്റ്സ് എന്ന് 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ കൊടുക്കേണ്ടുന്ന ആൻസർ എന്താണ്? ക്രോമിയം ട്രയോക്സൈഡ് pyridine കോംപ്ലക്സ്. ഓക്കെ, സോ പ്രൈമറി ആൽക്കഹോൾ വെച്ചിട്ടും സെക്കൻഡറി ആൽക്കഹോൾ വെച്ചിട്ടും നമുക്ക് ആൽഡിഹൈഡ്സും കീറ്റോൺസും പ്രിപ്പയർ ചെയ്യാം. എന്തിൻ്റെ പ്രസൻസിൽ? PCC, കോളിൻസ്, കോപ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റും KMnO4ഉം CrO4 ഒക്കെ വെച്ചിട്ടായിരുന്നു. അതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ക്യാൻ ഓൾസോ യൂസ് ദിസ് PCC, കോളിൻസ് ആൻഡ് കോപ്പർ ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഫ്രം പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾസ്. ദെൻ പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് പിരിഡിൻ അലോങ് വിത്ത് CrO3 ആൻഡ് HCl ഇൻ ഡൈക്ലോറോമീഥെയിൻ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് പിരിഡിൻ ക്ലോറോക്രോമേറ്റ് ഓർ PCC. അപ്പം എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും മനസ്സിലാക്കി വെക്കുക. കുറച്ച് HClഉം അതിലേക്ക് കുറച്ച് CrO3 ക്രോമിയം ട്രയോക്സൈഡും എടുത്തിട്ട് ഒരു എന്താണ് മിക്സ്ചറിലേക്ക് നമ്മൾ പിരിഡിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താ പറയുക ഒരു പ്രോഡക്റ്റാണ് എന്ത്? പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് ഓർ PCC. ഇനി PCC ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ് പ്രോഡക്റ്റ് വരിക നോക്കുക. ദിസ് ഇസ് പ്രൈമറി ആൽക്കഹോൾ ആൻഡ് ഓൺ ഓക്സിഡൈസിങ് ഇൻ പ്രസൻസ് ഓഫ് PCC CH2Cl2 is also used as a solvent. We are getting aldehyde as the product. Okay, just മനസ്സിലാക്കി വെക്കുക. Then next Collins reagent. Collins reagent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമിയം ട്രയോക്സൈഡ് പിരിഡീനിയം ക്ലോറൈഡ്. എന്താണ്? ക്രോമിയം ട്രയോക്സൈഡ് പിരിഡീനിയം കോംപ്ലക്സ്. ദെൻ കോളിൻസ് റിയേജൻറ്റ് എന്താണെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് എന്തിനാണ് അത്? പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വെരി ഗുഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഇതിൻ്റെ അതായത് എന്താണ്? കോളിൻസ് റിയേജൻറ്റ് ഈസ് ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ടു സീസ് ഫർദർ ഓക്സിഡേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ടു കാർബോക്സിലിക് ആസിഡ്. ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഓഫ് കോളിൻസ് റിയേജൻറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ആൽഡിഹൈഡിനെ വീണ്ടും ഫെർദർ ഓക്സിഡൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആസിഡ് കിട്ടും. പക്ഷേ ബൈ യൂസിങ് കോളിൻസ് റിയേജൻറ്റ് ആസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇറ്റ് ഹെൽപ്സ് ടു സീസ് ഫെർദർ ഓക്സിഡേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ഫെർദർ ഓക്സിഡേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ടു കാർബോക്സിലിക് ആസിഡ്. എന്താണ് ആ പോയിന്റ്? അത് സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് സ്പെസിഫിക് ആണ്. കോളിൻസ് റിയേജൻ്റ് ആണ് നമ്മൾ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ? ആൽഡിഹൈഡ് മാത്രമേ കിട്ടുള്ളൂ. കാരണം അത് പിന്നീട് ആ ആൽഡിഹൈഡിനെ ഫെർദർ ഓക്സിഡൈസ് ചെയ്യാൻ ആരും സമ്മതിക്കില്ല. കോളിൻസ് റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ നമുക്ക് പോസിബിൾ അല്ല. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, സെലക്റ്റീവാണ്. അപ്പോൾ നമുക്ക് ആൽഡിഹൈഡ് മാത്രം ഉണ്ടാക്കിയാൽ മതിയെങ്കിൽ വി ക്യാൻ യൂസ് കോളിൻസ് റിയേജൻറ്റ് ആസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ, ദെൻ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ റിയാക്ഷൻ വിത്ത് കോളിൻസ് റിയേജൻറ്റ് ഈസ് പോസിബിൾ ഇൻ എ നോൺ അക്വസ് മീഡിയം സച്ച് എസ് CH2Cl2. നോൺ അക്വസ് മീഡിയത്തിൽ മാത്രമേ കോളിൻസ് റിയേജൻറ്റ് വെച്ചിട്ട് ഓക്സിഡേഷൻ പോസിബിൾ ആകുള്ളൂ.
അതേതാണ് CH2Cl2. അപ്പോൾ ഈ 2-3 പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് കോളിൻസ് റിയേജൻറ്റിൻ്റെ സ്ട്രക്ചർ. ഡൈപിരിഡിൻ ക്രോമിയം 4 ഓക്സൈഡ്. എന്താണ് ഡൈപിരിഡിൻ? രണ്ട് പിരിഡിൻ റിങ് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. അവിടെ എന്ത് വരും? ക്രോമിയം. വളരെ എളുപ്പമാണ്. 2 പിരിഡിൻ റിങ് ആദ്യം വരയ്ക്കുക. ദെൻ ആ 2 നൈട്രജനിലേക്കും അതിൻ്റെ ക്രോമിയത്തിൻ്റെ വാലൻസ് ഷെയർ ചെയ്യുന്ന രീതിയിൽ ഒരു ക്രോമിയം ട്രയോക്സൈഡും കൂടി വരയ്ക്കാം. വളരെ എളുപ്പമാണ്. ദിസ് ഈസ് കോളിൻസ് റിയേജൻറ്റ്. അപ്പോൾ പേര് ഓർത്ത് വെക്കാനുള്ള ഒരു സ്ട്രക്ചർ ഓർത്ത് വെച്ചാലും മതി. പരീക്ഷയ്ക്ക് ഇനി പേര് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ സ്ട്രക്ചർ എങ്കിലും വരച്ച് വെക്കുക കേട്ടോ. ഓക്കെ. ദെൻ നമ്മളോട് പ്രിപ്പറേഷൻ ഓഫ് കോളിൻസ് റിയേജൻറ്റ് ചോദിക്കാറില്ല. ബട്ട് നിങ്ങൾ എല്ലാവരും എന്തറിഞ്ഞിരിക്കണം? യു ഷുഡ് നോ ഹൗ ഇറ്റ് ഇസ് പ്രിപ്പയർ. കാരണം ബിക്കോസ് ഇൻ യുവർ ജാം എക്സാമിനേഷൻ ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നുമില്ല, പിരിഡിനും ക്രോമിൻ ഓക്സൈഡും എടുക്കുക. CH2Cl2ൻ്റെ പ്രസൻസിൽ 25 ഡിഗ്രി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോളിൻസ് റിയേജൻറ്റ് കിട്ടും. അപ്പം നമുക്ക് ഈ ഒരു റിയാക്ടൻ്റ് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ പ്രോഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എഴുതാൻ പറ്റും. ഇവിടെ 2 പിരിഡിൻ ഉണ്ട് അല്ലേ? 2 പിരിഡിൻ ഉണ്ട്. ഈ 2 പിരിഡിനാകുമ്പോൾ അപ്പോൾ റിയാക്ടൻറ്റ് സൈഡിൽ 2 പിരിഡിൻ പ്ലസ് CrO3. ദെൻ ഒരു സോൾവെൻറ്റ് പഠിച്ചു വെക്കുക. കാരണം ഇവരെല്ലാം നോൺ എക്വസ് സോൾവെൻസിൻ്റെ പ്രസൻസിൽ ഇതിനൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ CH2Cl2 ജസ്റ്റ് ഹീറ്റ് ചെയ്യുക. സോ കോളിൻസ് റിയേജൻറ്റ് നമുക്ക് കിട്ടും. ഓക്കെ. ദെൻ ഇവിടെ നോക്കൂ, ഇതൊരു പ്രൈമറി ആൽക്കഹോളാണ്. കോളിൻസ് റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ ഓക്സിഡൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ആർ ഗെറ്റിംഗ് ആൽഡിഹൈഡ് ആസ് ദ പ്രോഡക്റ്റ്. ഹിയർ ഒന്നും കൂടി നോക്കൂ, പ്രൈമറി ആൽക്കഹോൾ ഇങ്ങനെ കാണിച്ചാലോ? അപ്പോൾ ഇവിടെ നോക്കൂ, CrO3 കാണിച്ചു, ഇവിടെ പിരിഡിൻ കാണിച്ചു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതെന്ത് തന്നെയാണ്? കോളിൻസ് റിയേജൻറ്റ്. അപ്പോൾ ഈ ജാം എക്സാമിനൊക്കെ ഇങ്ങനെയായിരിക്കും തരിക. ഡയറക്റ്റ്ലി എന്ത് തരില്ല? കോളിൻസ് റിയേജൻറ്റ് തരില്ല. എന്നിട്ട് പ്രെഡിക്റ്റ് ദ പ്രോഡക്റ്റ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പിരിഡിനും ഒരു CrO3 തന്നാലും അത് എന്ത് തന്നെയാണ്? കോളിൻസ് റിയേജൻ്റ് ആണ്. ഇറ്റ് ഈസ് എ മിക്സ്ചർ. ഈ 2 മിക്സ്ചേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് കോളിൻസ് റിയേജൻ്റ് ആവുന്നത്. സോ ദ പ്രോഡക്റ്റ് ഇസ് ആൽഡിഹൈഡ്. അപ്പം ഇവിടെ നോക്കൂ, അതർ എക്സാമ്പിൾ ഇസ് ദിസ് ഇസ് പ്രൈമറി ആൽക്കഹോൾ. ഹിയർ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു പിരിഡിൻ തന്നിട്ടുണ്ട്, CrO3 തന്നിട്ടുണ്ട്, CH2Cl2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിന്തസിസ് ഓർമ്മയുള്ളവർക്ക് അറിയാം. ആക്ച്വലി ഇതെന്താണ്? കോളിൻസ് റിയേജൻ്റ് ആണ്. സോ ഹിയർ ദ പ്രോഡക്റ്റ് വിൽ ബി ആൻ ആൽഡിഹൈഡ്. ഓക്കെ. ദെൻ കീറ്റോൺസ്. അപ്പോൾ ആൽഡിഹൈഡ്സ് നമ്മൾ കഴിഞ്ഞു. ആൽഡിഹൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൈമറി ആൽക്കഹോൾസിൽ നിന്ന് ആൽഡിഹൈഡ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോമൺ ഓക്സിഡൈസിങ് ഏജൻസ് KMnO4, K2Cr2O7, CrO4. അത് കൂടാതെ എന്ത് യൂസ് ചെയ്തു? PCC കോളിൻസ് റിയേജൻറ്റ് അല്ലേ? അത് 2 വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ റിയേജൻസി മാറ്റിയിട്ടുള്ളത് നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്തത് കീറ്റോൺസ് ആണ്. കീറ്റോൺസ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം സെക്കൻഡറി ആൽക്കഹോൾസ്. ദിസ് ഈസ് ദ സെക്കൻഡറി ആൽക്കഹോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? അതായത് ഈ ഒരു കാർബണിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇവിടെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. ഇവിടെ ഒരു വാലൻസിൽ ഒരു 6, വേറൊരു വാലൻസിൽ ഒരു 6. ഇവിടെ എന്താണ്? ഒരു OH ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അത് പ്രോഡക്റ്റ് എ കീറ്റോൺ. ഇവിടെ ശ്രദ്ധിക്കൂ, ദിസ് ഈസ് സെക്കൻഡറി ആൽക്കഹോൾ ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് കീറ്റോൺ. ഈ ഒരു ടൈപ്പ് സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളോട് ചോദിക്കുക. ആൻഡ് ദ കോമൺലി യൂസ്ഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ഹിയർ. ഏതൊക്കെയാണ്? Na2Cr2O7, H2CrO4, CrO3, KMnO4, NaClO. അപ്പോൾ ഈ എന്താ പറയുക, ഓക്സിഡൈസിങ് ഏജൻസിൽ ഇതിൽ ഏത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പ്രോഡക്റ്റ് എന്താ കിട്ടുക? കീറ്റോൺ തന്നെയാണ് കിട്ടുക കേട്ടോ. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. So secondary alcohols undergo oxidations giving ketone as the product. The commonly used oxidizing agents are here. അപ്പോൾ നമുക്ക് റിയാക്ഷൻസ് നോക്കാം. ഇതാണ് സെക്കൻഡറി ആൽക്കഹോൾ അല്ലേ? CHOH. പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ CH2OH ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സോ ഇവിടെ സെക്കൻഡറി ആൽക്കഹോൾ H2CrO4ൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പ് ഇവിടെയാണ് ചേഞ്ച് സംഭവിക്കുന്നത്. ഇതെന്തായി മാറും? C ഡബിൾ ബോണ്ട് O ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ,
ഇവിടെ നോക്കൂ, ദിസ് ഇസ് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. ദിസ് ഇസ് എ സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡൈസിങ് ഇൻ പ്രസൻസ് ഓഫ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഗിവിങ് അസറ്റോൺ ആസ് ദ പ്രോഡക്റ്റ്. ഇവിടെ CH3 C ഡബിൾ ബോണ്ട് O ആയി മാറും. ഈ രണ്ട് ഹൈഡ്രജനും എന്തായി പോകും? എലിമിനേറ്റ് ചെയ്ത് പോകും. ഓക്കെ, സെയിം റിയാക്ഷൻ. Then another example is described here. This is a secondary alcohol, that is 4-tertiary butyl cyclohexanol. ഇവിടെ ശ്രദ്ധിക്കൂ, എന്തിൻ്റെ പ്രസൻസിലെ റിയാക്ഷൻ നടന്നിട്ടുള്ളത്? PCC ആൻഡ് CH2Cl2. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെസിഫിക് മെത്തേഡാണ് ഗിവിങ് 4-tertiary butyl cyclohexanol ആസ് ദ പ്രോഡക്റ്റ്. ഇവിടെ ശ്രദ്ധിക്കൂ, ബ്രാക്കറ്റിൽ എഴുതിയത് കണ്ടോ, 90% എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇത് തന്നെയാണ് ഈ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ പ്രത്യേകത. കാരണം 90% നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ആ ഒരു സ്പെസിഫിക് കോമ്പൗണ്ടിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിനെ ഫെർദർ ഓക്സിഡൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല പിന്നെ. ഓക്കെ, അപ്പം സെക്കൻഡറി ആൽക്കഹോൾ CRO. ഇതെന്താണ് അപ്പം? ഇതെന്താ പറഞ്ഞേ? CRO3 പിരിഡിനും ആണല്ലേ. അപ്പോൾ ഇതെന്താണ്? കോളിൻസ് റിയേജൻറ്റ്. മറക്കരുത്, കോളിൻസ് റിയേജൻ്റ് ആണല്ലേ. കോളിൻസ് റിയേജൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കീറ്റോൺ ആസ് ദ പ്രോഡക്റ്റ്. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. KEYTON ആണ്, Y അല്ല കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ പേരൊന്നും കണ്ട് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ മൈൻഡിൽ കൊണ്ട് നടക്കേണ്ടുന്ന ബേസിക് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ OH പോയിട്ട് എന്താകും? ഡബിൾ ബോണ്ട് O ആയി മാറും. അത്ര ആലോചിച്ചാൽ മതി കേട്ടോ. ചിലപ്പോൾ ഇപ്പോൾ ജാം എക്സാമിനായിക്കോട്ടെ, ഏത് പരീക്ഷയ്ക്ക് ആയിക്കോട്ടെ, പ്രെഡിക്റ്റ് ദ പ്രോഡക്റ്റ് എന്ന് പറയും. ഈ ഒരു സാധനം തന്നിട്ട്, ഈ റിയാക്ടൻ സൈഡ് തന്നിട്ട് പ്രെഡിക്റ്റ് ദ പ്രോഡക്റ്റ് എന്ന് പറയും. അപ്പം നിങ്ങൾ നോക്കുക, ഓക്സിഡൈസിങ് ഏജൻറ്റ് PCC അല്ലെങ്കിൽ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ KMnO4 CRO4 കോളിൻസ് റിയേജൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി ആൽക്കഹോൾ ആണോ എന്നുള്ളത് മാത്രമേ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുള്ളൂ. സെക്കൻഡറി ആണെങ്കിൽ C ഡബിൾ ബോണ്ട് O, പ്രൈമറി ആണെന്നുണ്ടെങ്കിൽ C ഡബിൾ ബോണ്ട് OH ആൽഡിഹൈഡാക്കി മാറ്റുക. ഓക്കെ, ദെൻ അടുത്തതാണ് ഓപ്പൺ എയർ ഓക്സിഡേഷൻ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്സിഡേഷൻ. ഇതിൻ്റെ ഇത് കണ്ടുപിടിച്ചിട്ടുള്ള സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് റുപ്പേർട്ട് വിക്ടർ ഓപ്പൺഎയർ. എന്താണ് റുപ്പേർട്ട് വിക്ടർ ഓപ്പൺഎയർ? അത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സെലക്റ്റീവായിട്ടുള്ള ഒരു ഓക്സിഡേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. സെലക്റ്റീവ്ലി ഓക്സിഡൈസിങ് സെക്കൻഡറി ആൽക്കഹോൾസ് ടു കീറ്റോൺസ്. എന്താണ് സെക്കൻഡറി ആൽക്കഹോൾസ് ടു കീറ്റോൺസ്? അതായത് സെക്കൻഡറി ആൽക്കഹോൾസിനെ കീറ്റോൺസ് ആക്കി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓക്സിഡേഷനാണ് ഓപ്പൺ എയർ ഓക്സിഡേഷൻ. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? ദ റിയാക്ഷൻ ഇസ് ദ ഓപ്പോസിറ്റ് ഓഫ് മിർവെയിൻ പോണ്ടോഫ് വേർലി റിയാക്ഷൻ. എന്താണ് മിർവെയിൻ പോണ്ടോഫ് വേർലി റിഡക്ഷൻ? അതിന് MPV റിഡക്ഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. MPV റിഡക്ഷൻ്റെ ഫുൾ ഫോമാണ് മിർവെയിൻ പോണ്ടോഫ് വേർലി റിഡക്ഷൻ. അതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? ഓപ്പൺ എയർ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then the alcohol is oxidized with aluminum isopropyl in excess of acetone. ശ്രദ്ധിക്കൂ, ഈ ആൽക്കഹോള് എന്താണ്? അലൂമിനിയം ഐസോപ്രൊപ്പോക്സൈഡുമായിട്ട് ഓക്സിഡൈസ് ചെയ്തിട്ട്, അതായത് എക്സസ് ഓഫ് എസറ്റോണിലുള്ള ആൽക്കഹോൾസ് എന്താണ്? അലൂമിനിയം ഐസോപ്രൊപ്പൈഡ്സ് ആയിട്ട് എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യും. സോ ദിസ് ഷിഫ്റ്റ് ദ ഇക്വിലിബ്രിയം ടുവേർഡ്സ് ദ പ്രോഡക്റ്റ് സൈഡ്. ഇതാണ് ഇക്വിലിബ്രിയം ത്തിന് പ്രോഡക്റ്റ് സൈഡിലേക്ക്, ദാറ്റ് ഈസ് റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്നും ഓർത്ത് വെച്ചിട്ടില്ലെങ്കിലും ഈ രണ്ട് കാര്യം ഓർത്ത് വെക്കുക. ഓപ്പൺ എയർ ഓക്സിഡേഷൻ ഈസ് ഹൈലി സെലക്റ്റീവ് ഫോർ ദ സിന്തസിസ് ഓഫ് കീറ്റോൺസ് ഫ്രം സെക്കൻഡറി ആൽക്കഹോൾസ് ആൻഡ് ദ റിയാക്ഷൻ ഇസ് ദ ഓപ്പോസിറ്റ് ഓഫ് MPV റിഡക്ഷൻ. ഈ രണ്ട് പോയിന്റ് മിനിമം ഓർത്ത് വെക്കുക. നമുക്ക് എന്താ നോക്കാം അല്ലേ? ഓക്കെ, നോക്കൂ, ദ ഓക്സിഡേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ സെലക്റ്റീവാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കോമ്പൗണ്ട് നമ്മളെടുത്തു. ആ കോമ്പൗണ്ടിൽ സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവേണ്ട ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? OH ആണ് അല്ലേ? OHന് കൂടാതെ ആ ഗ്രൂപ്പിൽ ഒരു അമീൻ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൾഫൈഡ് ഗ്രൂപ്പ് ഉണ്ട്, വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് വെക്കൂ. പക്ഷെ ഓപ്പൺ എയർ ഓക്സിഡേഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് എവിടെ മാത്രമേ പോയി വർക്ക് ചെയ്യുള്ളൂ? OHൽ മാത്രം പോയിട്ട് പണിയെടുക്കുള്ളൂ. ബാക്കി NH2നെയോ സൾഫൈഡിനെയോ ഒന്നും അത് എന്ത് ചെയ്യില്ല, വെറുപ്പിക്കാൻ പോവില്ല. അത് എന്താക്കില്ല, ഡിസ്റ്റർബ് ചെയ്യാൻ പോവില്ല. അതാണ് ഇവിടെ നോക്കൂ, ഇറ്റ് ഡസ് നോട്ട് ഓക്സിഡൈസ് അതർ സെൻസിറ്റീവ്
functional groups such as amines and sulfides. So ഇവിടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്.